വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ബലികൾ അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. ജീവിതത്തിന് കറുപ്പും വെളുപ്പും എന്നതുപോലെ രണ്ട് ചിന്തകൾ ഒരേ സമയം മനസ്സിനെ അലട്ടുക എന്നത് സ്വാഭാവികം. എങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാനാവൂ, തിരഞ്ഞെടുത്തേ മതിയാവൂ. പക്ഷെ ജീവിതത്തിലുടനീളം മറുചിന്ത സ്ഥിരചിന്തയോടൊപ്പം സഞ്ചരിക്കുക തന്നെ ചെയ്യും. നമുക്ക് യാത്രയെക്കുറിച്ച് ചിന്തിക്കാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. അങ്കമാലി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിനൊരു താളം ലഭിക്കാൻ പ്രാർത്ഥനയുമായും ജീവിക്കാൻ മറുമാർഗവുമായും ഒരാൾ. ജിനി സ്റ്റീഫൻ. ഹലോ ജിനി ചേച്ചി. ഹലോ, സുഖമായിട്ട്. ഞാൻ എല്ലാവരോടും അങ്ങോട്ടാണ് സുഖമാണോ എന്ന് ചോദിക്കാറ്. ചേച്ചി എൻ്റെ അടുത്തേക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. വലിയൊരു ചിന്താഗതിയുള്ള, വലിയൊരു ചിന്താശേഷിയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതൊക്കെ ആരാണ്? എൻ്റെ അമ്മച്ചി. അമ്മയുടെ പേരെന്താ? മേരി. അപ്പച്ചൻ സ്റ്റീഫൻ. ഓക്കെ. അടുത്തത് നാത്തൂൻ, ആങ്ങളയുടെ ജീന. കുട്ടികള് 3 പേര്. മക്കളുടെ പേര് പറഞ്ഞേ. പേര് ഷാരോൺ, മിഷേൽ, ചേട്ടന്റെ പിള്ളേര്. ഓക്കെ. നിങ്ങള്? ക്രിസ്റ്റിൻ, നെവിൻ, അനീത്തിര, നേഹ. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി നമുക്ക് തുടരാം. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ അത്രയും മൂല്യമുള്ള 2 മാർഗങ്ങളിലൂടെയാണ് ചേച്ചി ഒരേ സമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങിയതാവട്ടെ ഏതാണ്ട് ഒരേ വർഷം തന്നെ. കൗതുകമാണ് അക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. കാര്യം, തകർച്ചയിൽ നിന്നാണ് ഉയർച്ചയിലേക്ക് ചേച്ചി പടിപടിയായി കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് എന്താ പറയാ, ഈ അവസ്ഥയിലൊക്കെ അംഗീകരിക്കാനും അത് മുന്നോട്ട് പോകാനൊക്കെ ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയാ, അതൊക്കെ അതിജീവിച്ച് നമ്മൾ എന്താ പറയാ, ഒരു ദൈവത്തിനൊരു ഉപകരണമാക്കി മാറ്റണമെന്നൊരു ഉള്ളിലൊരു ബോധ്യം എനിക്ക് എവിടുന്നോ എനിക്കിത് ദൈവം തന്നതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ അങ്ങനെ ഇരുന്നാൽ പോരല്ലോ, നമ്മളായിരിക്കുന്ന അവസ്ഥയെ തന്നെ നമുക്ക് പറ്റുന്നത് നമ്മൾ രീതിയിൽ ചെയ്യുക. പിന്നെ ആത്മീയമായിട്ട് നമ്മൾ വളരണം. അങ്ങനെയൊക്കെ ഒരു ഉള്ളിലൊരു പ്രേരണ എനിക്ക് ആരോ തന്നുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രേരണയായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് ഞാൻ അങ്ങനെ ഓരോ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ആണ് ഞാൻ ഇങ്ങനെ യൂണിറ്റുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഏത് സ്ഥാപനം, ഏത് വർഷം? 2007 ഞാൻ സ്ഥാപനം ഐലറ്റ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഐലറ്റ്. അവിടെ ഒരു മേഡം യൂണിറ്റ് നടത്തുന്ന ഒരു ചെറിയൊരു യൂണിറ്റാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ 10-12 പേര് വർക്ക് ചെയ്യണമെന്നുണ്ട്. വയ്യാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ ഹാൻഡ് എംബ്രോയിഡറി എല്ലാ വർക്കും ചെയ്യും. അപ്പോൾ അവിടുത്തെ മേൽനോട്ടം ഇപ്പോൾ ഒരു എന്താ വെച്ചാൽ സൂപ്പർവൈസർ പോലെ തന്നെ എന്നെ ആക്കിയേക്കുക. ജോലി സമയമൊക്കെ എങ്ങനെയാണ്?
ജോലി സമയം എന്ന് വെച്ചാൽ 9 തൊട്ട് 5 വരെയാണ്. പോക്കുവരവുകളോ? പോക്കുവരവുകൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വണ്ടി 2 വീലറുമാണ് ഞാൻ പോണേ. രാവിലെ ഞാൻ പോകുന്ന സമയം ഒരു 10 മണിയാണ്. ഒരു 10 സമയം പോയി ഒരു 4:30 ആകുമ്പോൾ തിരിച്ചു പോരും. എന്നുവെച്ചാൽ ബ്ലോക്ക് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങും. അപ്പൊ അവർക്ക് അതൊക്കെ അനുവദിച്ചിട്ടുണ്ട് എനിക്ക്. ചേച്ചിയെ പോലെ ഒരാള് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ ആരായിരുന്നു അവിടെ പിന്തുണയൊക്കെ? അത് അവിടുത്തെ മേഡമാണ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിച്ചു ചേച്ചിയെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. അവൾക്ക് മിണ്ടത്തില്ലായിരുന്നു, കേൾക്കൂല, സംസാരിക്കത്തില്ലാത്തവള്. അവളവിടെ ജോലി ചെയ്തത്. അപ്പൊ അവള് അവിടുന്ന് പോന്നപ്പോ എന്നെ അവിടെ ആക്കിച്ച് എന്നെ അവിടെ കയറ്റി. കുറച്ച് സിസ്റ്റേഴ്സ് അവിടെ ഞങ്ങളെ പോലെ തന്നെ വയ്യാത്ത കുട്ടികളായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എനിക്ക് പോകണം, വീട്ടിൽ ആവശ്യപ്പെട്ട് എനിക്ക് അവിടെ പോയി കുറച്ച് അവരെ പോലെ എനിക്കും പഠിക്കണം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ ഞാൻ അവിടെ ഒരു എന്താ പറയാ, എനിക്ക് ഒരു 12 വയസ്സായപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ചൊവ്വര കൈപ്ര സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. സിസ്റ്റേഴ്സിന്റെ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അവിടെ സിസ്റ്റേഴ്സിന്റെ സ്ഥാപനത്തിലാവുമ്പോൾ നമുക്ക് ഒത്തിരി ആത്മീയമായിട്ട് വളരാനും എന്താ പറയാ, നമുക്കൊരു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും അതന്നെ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എല്ലാവരെയും ഒരു വ്യത്യസ്തമായിരുന്നു. എല്ലാ പിള്ളേരും കളിക്കുക, ഞാൻ ഒരു വ്യത്യസ്തയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ എന്നെ ഞാൻ എവിടെ നോക്കിയാലും എല്ലാവരും നോക്കിയാലും ഞാൻ പ്രാർത്ഥനയിലായിരിക്കും. അതിലുപരി ഇനി ഒരു ആത്മീയ ജീവിതത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിലേക്ക് ഇറങ്ങിയ പിന്നെയാണ് ഞാൻ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങിയത്. എന്താ വെച്ചാൽ അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മറ്റുള്ളവരായിട്ട് കാണാനും കണ്ടുമുട്ടാനും. അപ്പോൾ അവിടെ യൂദാസ്ലിയുടെ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞാൻ എല്ലാ ആഴ്ചയും ഈ തൈലിൻ്റെ സമയം ഉച്ചവരെ കട്ട് ചെയ്ത് ഞാൻ അവിടെ പോകും. ഉച്ച കഴിഞ്ഞ് ഞാൻ തൈലിൻ്റെ അവിടേക്ക് പോകും. അപ്പം അങ്ങനെ അവിടെ എല്ലാ ആഴ്ചയും പോയി അങ്ങനെ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോഴാണ്, എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ കറൂറ്റിൽ ബോസ്കൊച്ചൻ്റെ ഒരു സ്ഥാപനമുണ്ട്, ഒരു ആശ്രമമുണ്ട്, അവിടെ നല്ല പ്രയർ അങ്ങനെയൊക്കെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോവാം ഒരാഴ്ച. അങ്ങനെ ഞാൻ അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിക്കാൻ എഴുതി പോയതാണ്. പക്ഷെ എനിക്ക് അച്ഛൻ്റെ ശുശ്രൂഷ കണ്ടപ്പോഴും അച്ഛൻ്റെ ആത്മാർത്ഥത, ആ ശുശ്രൂഷയോടുള്ള ആത്മാർത്ഥതയും മറ്റുള്ളവരോടുള്ള ആത്മാർത്ഥതയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ എപ്പോഴും എനിക്ക് അവിടെ പോകണമെന്നുള്ള ഒരു ആത്മീയ ഒരു ബോധ്യം എനിക്ക് കിട്ടിയ. പിന്നെ അങ്ങനെ പോയി. അപ്പം അച്ഛൻ്റെ പ്രയർ ഗ്രൂപ്പിൽ എന്നെ ഒരംഗത്താക്കി. അപ്പം അച്ഛൻ്റെ ആ ടീമിൽ ഞാൻ കൗൺസിലിങ്ങിനും എന്താ പറയുക, അച്ഛൻ്റെ ഓരോ മാസവും ധ്യാനം നടക്കണ്ട അവിടെ. അപ്പം അച്ഛൻ കൗൺസിലിങ്ങിന് വിളിക്കും, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, പിന്നെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ അച്ഛന് ചെയ്യും. അപ്പം അച്ഛൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലായിടത്തും എന്നെ പറ്റി ഇങ്ങനെ പറയും. ഇപ്പോൾ ഈ 2 മേഖലയിലും ഒരുപോലെ പ്രവർത്തിച്ചു പോകുന്നു, ആത്മീയത ആയിക്കോട്ടെ തയ്യൽ ജോലികളായിക്കോട്ടെ. അപ്പോൾ ഇതിൽ രണ്ടിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും 2 അനുഭവങ്ങൾ? ഭൗതികമായ നേട്ടത്തിനല്ല, നമ്മൾ ഈ തയ്യൽ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ ആത്മീയ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടാൻ പറ്റും അല്ലേ. അതപ്പോൾ എനിക്ക് അത് ഒത്തിരി സന്തോഷം, മനസ്സിന് ഒരു സന്തോഷം. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മളുടെ കഴിവ്, നമ്മുടെ ദൈവം നമുക്ക് തന്ന കഴിവ് കൊണ്ട് നമ്മൾ ആ മേഖല ഉപയോഗിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് വളരാൻ പറ്റുമെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പൈസയുടെ ആവശ്യമാണ്. എന്നുവെച്ചാൽ നമുക്ക് പോകാനും വരാനും ഒക്കെ നമുക്ക് പൈസയുടെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ വേണം. അപ്പം നമ്മൾ ഒത്തിരി ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈലിൻ്റെ തന്നെ നമ്മൾ ഈ ഭൗതിക കാര്യത്തിനല്ല, ഈ ആത്മീയ കാര്യത്തിന് തന്നെ നമ്മൾ ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട് തയ്യലിൻ്റെ അനുഭവം. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ ഈശോ നമ്മളെ വളർത്തുന്നു. നമ്മൾ എന്താ പറയുക, യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളരില്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും, തളരില്ല, ക്ഷീണിക്കില്ല. ആ ഒരു വചനം എന്നെ വല്ലാതെ സ്പർശിക്കും. എന്നുവെച്ചാൽ എനിക്ക് പറ്റാത്ത ഒരവസ്ഥയായാലും ഞാൻ ഈശോയോട് പറയും, ഈശോ എനിക്ക് പറ്റുന്നില്ല, നീ എന്നെ സഹായിക്കണം. അപ്പം അത് ആ ഒരു ഈശോൻ്റെ ഒരു ബലം നമുക്ക് എപ്പോഴും ഏത് ജീവിതത്തിലും നമ്മളെ താങ്ങി നിർത്തുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന പിന്നെ ഒത്തിരി മക്കൾ ഫോണിലൂടെ ആയാലും പ്രാർത്ഥന സഹായമായാലും
വിളിച്ച് ഇങ്ങനെ ഫോണിൽ നേരിട്ടായാലും സംസാരിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ അവർ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഉടനെ അവർ നന്ദിയും പറഞ്ഞ് വിളിക്കാറുണ്ട് ഒത്തിരി പേര്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. അത് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ എന്തിനാ ഒന്നിനും കുറവുണ്ടാവില്ല. അപ്പം കർത്താവ് എന്താ നമുക്ക് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അല്ലേ? നമുക്ക് പഠിക്കാൻ ബുദ്ധി തരുന്നത്, ജ്ഞാനം അറിവ് തരുന്നത് ആരാ? കർത്താവല്ലേ? അപ്പം അതാണ് ഈശോ പറഞ്ഞേക്കണേ, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഒന്നിനും കുറവുണ്ടാവില്ല. ചെറുതായിരിക്കുമ്പോഴേ പോളിയോ ബാധിതയായി ഈ മകൾ, അങ്ങനെ പഠിക്കാൻ കഴിയാതെയായി. എങ്കിലും നിങ്ങൾ പകർന്നു കൊടുത്ത ആ ബലം തീർച്ചയായിട്ടും ആത്മീയതയിലേക്ക് വളരാനായിട്ട് ഒരുപാട് സഹായിച്ചു. പിന്നീട് അങ്ങനെ വളർച്ചയുടെ പടവുകളിലേക്ക് വൈകല്യങ്ങളെ അശേഷം വകവയ്ക്കാതെ മുന്നോട്ട് തന്നെ നീങ്ങി. അപ്പോഴും പകച്ചുപോയത് നിങ്ങൾ മാതാപിതാക്കൾ തന്നെ ആയിരിക്കണം. ഇപ്പോഴും ഞങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ട്. എന്നായിരുന്നു ചേച്ചിയുടെ ജനനമൊക്കെ? ജനനം ജനുവരി 6-ാം തീയതി 73. 5 മക്കളിൽ നല്ല മിടുക്കിയായിട്ടിരുന്നത്. പ്രസവിക്കുന്ന ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ 9 മാസം വരെ നല്ല വണ്ണം, 5 മക്കളിൽ നല്ല വണ്ണത്തിലിരുന്ന് ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞാൻ അന്ന് തറവാട്ടിലായിരുന്നു. തറവാട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷിയുള്ള സമയത്ത് അപ്പനെ ഇങ്ങനെ പാടത്ത് ഉഴാനൊക്കെ പോകാം. 5 മുക്കാലിൻ്റെ കുർബാന കഴിഞ്ഞ് വന്ന് അപ്പം ഉഴാനൊക്കെ പോകുക. അപ്പോൾ പാടത്ത് എന്നോട് കഞ്ഞി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കഞ്ഞി കൊണ്ടു കൊടുത്ത് പള്ളിയിൽ പോയി. അന്ന് നൊവേനൊക്കെ തുടങ്ങിയേക്കാണ്, ആരോഗ്യമാതാവിൻ്റെ നൊവേന തുടങ്ങിയേക്കാണ്. അപ്പം ഞാൻ ആ നൊവേനയ്ക്കും കുർബാനയ്ക്കും ഒക്കെ പോയി വന്നും കൊണ്ട് അപ്പന് കഞ്ഞി കൊണ്ടു കൊടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ചേച്ചിയുണ്ട്, മൂത്ത ചേച്ചി, നാത്തൂൻ. അപ്പം നാത്തൂനാണ് ഉള്ള നോക്കലൊക്കെ, ഞാൻ പണികൾ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ആ കഞ്ഞി കൊടുത്തുകൊണ്ട് വന്ന് എൻ്റെ ചേച്ചി, അതുവരെ ചേച്ചി വേണ്ടിയില്ല എന്നോട്. കഞ്ഞി കൊടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടീ കൊച്ചു ഇങ്ങനെ നിർത്തിയിട്ട് നിൽക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടിച്ചെന്ന്, ഞാൻ വേഗം ഓടിച്ചെന്ന് ഇപ്പം അവൾ നിൽക്കണില്ല. അപ്പം എനിക്ക് സംഗതി ഓടി മനസ്സിലേക്ക്. അതുവരെ നല്ല നിന്ന് നിർത്തി അങ്ങനെ പിടിച്ചു നിന്നുകൊണ്ടിരുന്ന കൊച്ചാ, പിടിച്ചു നിൽക്കും. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോളിയോ ആണെന്ന്. കാര്യം ഞാൻ പോളിയോ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഇളപ്പൻ്റെ മോള് ചേച്ചി ഉണ്ട്. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി, അപ്പോൾ ഇവർക്ക് എപ്പോഴും ചുമയും പനിയും വരും. ചുമയും പനിയും വന്നു കഴിയുമ്പോൾ ഡോക്ടർ പറയും ചുമയും പനിയും ഉള്ളപ്പോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയാണ് അത് നീണ്ടുപോയി അവൾ തളരാൻ കാരണം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അമ്മായിയുടെ മോളവിടെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യേണ്ടത്, എൻ്റെ പ്രായമാണ്. അവൾ ലിസിയിൽ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അങ്ങനെ ആലോചിച്ച് പറഞ്ഞു 18 ജാതി ഉണ്ട് ഇതിൽ. ഈ പിള്ളവാദമാണ്. പിള്ളവാദത്തിൽ 18 ജാതി ഉണ്ട്. മാറില്ല, തളർന്നുപോയി. അര കഴിപ്പോട്ട് തളർന്നുപോയി. കണ്ടപ്പോൾ തന്നെ ഡോക്ടറും പറഞ്ഞു, അപ്പോൾ തളർന്നുപോയി, നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ദിവസം അവിടെ കിടത്തി ചികിത്സിച്ചാൽ മതി, മാറുങ്ങി മാറട്ടെ എന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് തുടർന്നു അല്ലേ? അങ്ങനെ ഞങ്ങൾ 1 മാസം കട്ടിൽമേന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കട്ടിൽമേ കിടത്തി തന്നെ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് കട്ടിൽമേന്ന് എടുത്തില്ല. ഞാനും കൂടി ഒരു കുട്ടിക്കട്ടിലാണ് കൊടുത്തേക്കണം. ആ കട്ടിൽമേ തന്നെ ഞാനും കിടക്കും, ഇവളും കിടക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഇവൾക്ക് വേണ്ടി കരച്ചിലും പ്രാർത്ഥനയും വേളാങ്കണ്ണി മാതാവിന് നേർച്ചയും വഴിപാടുന്നു ഒരുപാടൊക്കെ ചെയ്ത് ഞാൻ കരഞ്ഞു, ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ കുറേ നാളെ ഇപ്പോൾ ഈ ഡോക്ടർമാർ തന്നെ പറഞ്ഞു അമ്മ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി മാറി കിട്ടൂലല്ലോ എന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ 1 മാസം ഞങ്ങൾ ലിസി കിടന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇനി വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ മസാജ് ചെയ്ത് തിരുമ്മരുത്, വെറുതെ ഇങ്ങനെ ഇങ്ങനെ തിരുമ്മ. പിന്നെ ഗുളികകൾ തന്നു, ഈ ശേഷി വയ്ക്കണ ഗുളിക. അപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും ചേച്ചിക്ക്? ചെറുതല്ലായിരുന്നു, 9 മാസത്തോളല്ല വന്നത്. 9 മാസമുള്ളപ്പോഴാണ് വന്നത്. പിന്നെ ഞങ്ങൾ ഒരു 6 മടത്തി പോണ വരെ എടുത്തോണ്ട് കിടന്നു. പിന്നെ കുറച്ച് നാളായപ്പോ മരുന്നൊക്കെ നിർത്തി. എടുത്തോണ്ട് നടക്കാൻ പറ്റുന്ന കാലം വരെ എടുത്തോണ്ട് കിടന്നു. അത് കഴിഞ്ഞ് എടുക്കാൻ പറ്റാണ്ടായപ്പോ പിന്നെ എടുക്കാണ്ട്. പോളിയോ പോലുള്ള അസുഖങ്ങളെ ആരും ഒരു പരീക്ഷണമായി എടുക്കാതിരിക്കുക. പിന്നീട് ജിനി ചേച്ചി 2ാമത്തെ കുട്ടി അല്ലേ? ബാക്കിയുള്ളവരൊക്കെ? ബാക്കിയുള്ളവര് പിന്നെ ഞാൻ 56 ദിവസമൊക്കെ എത്തുമ്പോഴേക്കും കൊണ്ടുപോയി പോളിയോ കൊടുക്കും. ഇവൾക്ക് വന്നതോടുകൂടി മൂത്താൾക്കും ഞങ്ങളെല്ലാം ഇവിടെ ചേട്ടനന്യന്മാരുടെ മക്കൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായില്ല, എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു.
പിന്നെ തുടങ്ങി ഞങ്ങൾ താഴെ ഉണ്ടാകുന്ന മക്കൾക്കൊക്കെ ഡോക്ടർ പറയും 3 മാസം കഴിഞ്ഞിട്ട് ആകുമ്പോഴേക്കും കൊടുത്താൽ മതി എന്ന് പറയും. ഞാൻ പറയും അല്ല ഡോക്ടറെ, ഒരാളിങ്ങനെ പോളിയോ ഒന്ന് തളർന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് പിന്നെ 56 ദിവസം 51 ദിവസത്തെ ആകുമ്പോഴേക്കും ഞങ്ങൾ കൊണ്ടുപോയി പോളിയോ കൊടുക്കും. അങ്ങനെ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ ഇവളുടെ മാത്രം ഇങ്ങനെ അവളിപ്പോഴും അവൾക്ക് അത് വേദനയുണ്ട്. അവൾക്ക് എന്നെ നോക്കാണ്ടല്ലേ ഞാനിങ്ങനെ ആയിപ്പോയത്. അങ്ങനെ പറയാറുണ്ടോ? പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇവർക്ക് പോളിയോ കൊടുക്കുന്നത്. എന്നിട്ടും ഡോക്ടർ കൊടുത്തില്ല. പനി ചുമ മാറട്ടെ, അന്നൊക്കെ അങ്ങനെയാ. ഇപ്പൊ പനി ഉണ്ടെങ്കിലും കൊടുക്കണുണ്ട്. അന്നൊക്കെ പനി ചുമയുള്ള സമയത്ത് കൊടുക്കൂല. അങ്ങനെയാണ് പറ്റിപ്പോയ. ഇവർ 5 മക്കള്. അവരുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ജിനി ചേച്ചി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിനൊരു ഡിഫറൻസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇവരുടെ 5 പേരുടെ കുട്ടിക്കാലം സന്തോഷമായിട്ട് ചിരിയും കളിയും വർത്താനൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ആയെങ്കിലും കുറവൊന്നും വന്നിട്ടില്ല. പിന്നെ എല്ലാവരും ഞങ്ങൾ ഇവരെ തന്നെ നോക്കി. പിന്നെ അമ്മച്ചി ഇറങ്ങും പോവില്ല. ഒരു കല്യാണം ആവശ്യങ്ങൾ എന്തുണ്ടായാലും പോവില്ല. ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ തന്നെ നീ ഇരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലുമൊക്കെ പോകാം. പിന്നെ ഒരു സിസ്റ്റർ ഒന്നുകൂടെ വീട് സന്ദർശനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, തോമാസീനമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഹോളി ഫാമിലി മഠത്തിലെ. അപ്പോൾ ആ സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കോൺവെൻറ്റിലാക്കാം. അപ്പോൾ അമ്മച്ചിക്ക് കഷ്ടപ്പാട് കുറച്ച് കുറയില്ല. അവൾക്കൊരു ഒരു ഇത് കിട്ടുകയും ചെയ്യും. അവൾക്ക് പള്ളിയിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹമൊക്കെ ആവും. ഞങ്ങൾ ആക്കട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞങ്ങൾ സമ്മതിച്ചില്ല, വേണ്ട ഞങ്ങൾ അവൾ തന്നെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ആക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പറഞ്ഞു അവർ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം, എന്നും നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അവളവിടെ ആക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ കൈപ്പറക്കുന്നി കൊണ്ടുപോയാക്കിയത്. പിന്നെ ഞങ്ങൾ ചെത്തിപ്പുഴ കൊണ്ടുപോയി. കുറച്ച് നാൾ ചെത്തിപ്പുഴ ഒരു ഗവൺമെൻറ്റിൽ നിന്ന്. അന്ന് അവർ ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സിസ്റ്റർമാരെയും നല്ല അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്നാക്കി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ ചെന്ന് ഇപ്പോൾ പറഞ്ഞു, ഡോക്ടർ കണ്ടു കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഇവിടെ അരയ്ക്കെന്ന് കേട്ടോ ഓപ്പറേഷൻ ചെയ്താൽ ഇവൾക്ക് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സമ്മതിച്ചു ഓപ്പറേഷൻ ചെയ്താൽ. അപ്പം ഞാൻ അവിടെ നിൽക്കേണ്ടി വരും, അപ്പോൾ ഇവിടെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അത് കുഴപ്പമില്ല ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നു. അന്ന് ഇളയമോള് ചെറുത ഓടി കിടക്കണ പ്രായമാണ്. അവളെയും കൊണ്ടുപോയി അവിടെ നിന്നു. 7 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞ് പോന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ചില കൊച്ചുങ്ങളൊക്കെ നടന്നു. ഇവിടെ നടക്കാനായിട്ട് അരയ്ക്ക് ബലമില്ല എന്ന് പറഞ്ഞു. അരയ്ക്ക് ബലമില്ലാത്തതുകൊണ്ട് കാലുമ്പോൾ 5 സ്ഥലത്ത് ഓപ്പറേഷൻ ചെയ്തേക്കാണ്. ഓപ്പറേഷനൊക്കെ ചെയ്തു. പറഞ്ഞാൽ അരയ്ക്ക് ബലമില്ല, അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു. ആശാൻ പള്ളിക്കൂടത്തിലേക്ക് പിന്നീട് ആശാൻ പള്ളിക്കൂടം ഞങ്ങൾ എടുത്തുകൊണ്ടുപോകും കൊണ്ടുവരും. അങ്ങനെ പഠിപ്പിച്ചു. അപ്പോൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചല്ലോ. ഞാൻ ചെത്തിപ്പുഴ പോയി കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ ഇംഗ്ലീഷ് എഴുതാനൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എപ്പോഴും ഇവൾക്ക് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങളവിടെ ഇവള് വിളിക്കണം, ഞങ്ങളെ എത്തും. അപ്പോൾ അവിടെ സിസ്റ്റർമാർ പറയും, നിങ്ങൾക്ക് ആക്കിയണോ ഇവിടെ എന്തെങ്കിലും വന്നാൽ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ എത്തൂല, നിങ്ങൾ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ കളിയാക്കും. അന്ന് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു, സിസ്റ്ററെ എപ്പോഴും ഞങ്ങൾക്ക് വരാൻ പറ്റൂല, അവൾക്കാണെങ്കിൽ സങ്കടമാണ്, വന്നില്ല ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾക്കും വിഷമമാണ്. അതിൻ്റെ പേരിൽ ഏതായാലും ഞങ്ങൾ ഇനി ദൈവം ഇങ്ങനെ ഞങ്ങൾക്ക് വെച്ചെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ നിർത്തി. പിന്നെ എങ്ങും കൊണ്ടുപോയി ആക്കില്ല. എത്ര വർഷം ഉണ്ടായിരുന്നു മഠത്തിൽ? മഠത്തിൽ ഏകദേശം ഇവിടെ ഒരു 3 കൊല്ലം, അവിടെ ഒരു 2 കൊല്ലം അല്ലേ, അവിടെ ഒരു 2 കൊല്ലം, അങ്ങനെ 5 വർഷമൊക്കെ പോയി കാണും. ജിനി ചേച്ചി ആത്മീയതയിൽ വളർന്ന ഒരു കുട്ടിയാണ്. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ജിനി ചേച്ചിയുടെ ആ വളർച്ച എങ്ങനെയായിരുന്നു? അത് ഞങ്ങളെ എവിടെ പ്രാർത്ഥിക്കാൻ പോകണ്ട, ഇവിടെയും കൊണ്ടുപോകാല്ലേ, ഇവിടെയും കൊണ്ടുപോകും ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ ഞങ്ങളും പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പോൾ ഇവളെ സമർപ്പിച്ചാണ് പ്രാർത്ഥന മുഴുവനും. മിസ്റ്റർ ഏലിയാസ് ആൻഡ് മിസസ് മോജി ഏലിയാസ്, പ്രൊപ്രൈറ്റേഴ്സ് ഐലറ്റ് ഫാഷൻസ്, അങ്കമാലി. 25 വർഷത്തോളമുള്ള പ്രവൃത്തി പരിചയം. അതിനാൽ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും തെല്ലും പിഴ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ജിനി ചേച്ചിയെ പോലെ ഒരാൾ ഈ സ്ഥാപനത്തിലേക്ക്? 94 സ്ഥാപനം തുടങ്ങി. ഇത് തുടങ്ങിയിട്ട് ഇപ്പം ഇന്ന് 25 വർഷമായി ഏകദേശം. പിന്നെ ഒരു മെഷീൻ ഇട്ട് തുടങ്ങി. അപ്പോൾ ദൈവകൃപയാൽ ഇത്രയും വളർത്തി. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ എനിക്കൊരു ദൈവത്തിൻ്റെ ഒരു കൃപ അങ്ങനെയുള്ള സ്ഥാപനമാണെന്ന് വേണം, സത്യസന്ധമായിട്ട് പോകണം, അങ്ങനെ ഒരു നിർബന്ധം എൻ്റെ ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, അന്ന് തുടങ്ങിയപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിനെ വളർത്തിയത് എനിക്ക് നന്നായി അറിയാം.
അങ്ങനെ എനിക്ക് ചെയ്യാതെ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഇപ്പം നമ്മുടെ ബാക്കിലുള്ള ഒത്തിരി പിള്ളേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2007 വന്നപ്പോഴാണ് അങ്ങനെ ജിനി ഇങ്ങനെ ഒരു ഡഫ് ആൻഡ് ഡം ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ജിനി എന്നൊരു കൊച്ചുണ്ട്, കാല് വയ്യാത്തൊരു കുട്ടി, ഇനി എടുക്കാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഞാനൊന്ന് ചിന്തിച്ചു, ഹസ്ബൻഡായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ എടുത്താൽ എന്ത് വരും, എങ്ങനെയാണെന്ന് എനിക്കറിയാം, എനിക്കൊരു ബാധ്യതയായിട്ട് വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു ദൈവത്തിൻ്റെ ഒരു അല്പം ഉള്ളതുകൊണ്ട് മോള് വരട്ടെ, ആ മോക്കൊരു സന്തോഷമാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ 2007 ഈ മോള് വന്നു. ആ മോള് വന്നപ്പോൾ മോക്കും ഭയങ്കര സന്തോഷമായി. ഇവിടെ വന്നപ്പോൾ ചേച്ചീനെ കണ്ടുമുട്ടിയത് എനിക്ക് ഏറ്റവും വലിയൊരു കൃപയാണെന്ന് ആൾ പറയും, ഞാനും പറയും അതൊത്തിരി കൃപയാണ്. ഇപ്പം അതുപോലെ ഇവിടെയുള്ള സ്റ്റാഫുകൾക്കും ഭയങ്കര ജിനി തന്നെ ഒരു ഉണർവാണ്. ചേച്ചി എന്തൊക്കെ ജോലികൾ ഏൽപ്പിക്കാറുണ്ട് ഇവിടെ? എന്ത് ജോലി ഇപ്പം നമുക്കൊരു ഏതവസ്ഥയിലും ഇപ്പം സ്റ്റിച്ചിങ് വേണോ, ഇനിയിപ്പോൾ ഫിനിഷിങ് വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ആൾക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പാടാണ്. പക്ഷെ ആ ഇരുന്നിട്ട് പായിട്ട് ഇരുന്ന് ആൾ പാവാട വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് അങ്ങനത്തെ ഒരു മനസ്സുണ്ട് ആൾക്ക്. അത് ആൾ എനിക്ക് ചെയ്തു തരും. നീ എന്ത് പറഞ്ഞാലും ആൾ അതിനുള്ള റെഡിയാണ് ആൾ. ജിനി ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്നു, ഒപ്പം ഒരു ആത്മീയ വശം കൂടിയുണ്ട് ജിനി ചേച്ചി. ഇവിടുന്ന് പലപ്പോഴും ലീവുകളൊക്കെ എടുക്കുന്നു. തീർച്ചയായും പോയിക്കോട്ടെ, പ്രാർത്ഥനയുടെ കാര്യമല്ലേ, പോയിക്കോട്ടെ. അത് ഒത്തിരി അനുഗ്രഹമാണ്. ആളവിടെ പോകുമ്പോൾ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കും, സ്ഥാപനത്തിനും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. മാസത്തിൽ ഒരു 1 വീക്ക് അങ്ങനെ പോകും. പിന്നെ ഇടയ്ക്ക് പ്രയർ, വെനസ്ഡേ ഇവിടെ യൂദാപുരത്ത് പ്രയറുണ്ട്, അതിന് പോവും. മന്ത്ലി വേറെ ഫ്രൈഡേ ഒരു പ്രയറുണ്ട്, അതിന് പോവും. അപ്പം അതിനൊക്കെ ഞാൻ ലീവ് ആൾക്ക് കൊടുക്കാറുണ്ട്. പകുതി ദിവസം ലീവുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഭയങ്കര ഒരു ആത്മീയ വളർച്ചയാണ് ആള്. ഇതുപോലെയുള്ള മറ്റു വ്യക്തികളിൽ നിന്നും ജിനി ചേച്ചിയെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണ്? ആളാ മുഖം എപ്പോഴും പ്രസന്നമായിട്ടിരിക്കും. എത്ര ഉള്ളിൽ ദുഃഖം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടെയൊക്കെ ആൾ വരണേ. നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ആ മുഖം കാണുമ്പോൾ മറന്നു പോകും. ഏറ്റവും വലുത് മാനസികമായ സന്തോഷമാണ്, തൃപ്തിയാണ്. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ജീവിക്കാൻ ഒരു ജോലി വേണം, ചേച്ചി അത് ചെയ്യുന്നു. ആത്മീയതയിൽ വളരാൻ വേണ്ടി ഈശ്വരാഭിമുഖം വേണം, ചേച്ചി അതും ചെയ്യുന്നു. അപ്പോഴൊക്കെ ഒരു ലക്ഷ്യമുണ്ടാകും, അതെപ്പോഴും ഒപ്പമുണ്ട്. വികലാംഗരെ സംബന്ധിച്ച് നമുക്കൊരു തൊഴിൽ ആവശ്യമാണ്. എന്നുവെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ നമ്മളുടെ സ്വയമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു ഉള്ളിലൊരു സന്തോഷം, ഒരു എന്താ പറയുക, ഒരു താല്പര്യങ്ങളൊക്കെ, നമ്മുടെ ആവശ്യമായ താല്പര്യങ്ങളെല്ലാം നമ്മളുടെ സംബന്ധിച്ച് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു വേദന തന്നെയാണ്, അല്ലേ? അപ്പം ഇത് ജോലി എത്രയും നമുക്ക് ഏറ്റവും സന്തോഷമായൊരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ്. നമ്മുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഒരു ജോലി വേണം. ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു ജോലി വേണം. ഇങ്ങനെയുള്ള ബാക്കിയുള്ളവരോട് ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രത്യാശയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യാം. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ആത്മീയത ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, സ്വർഗം. ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ ആത്മീയ ജീവിതം വേണം. പ്രാർത്ഥന, നമുക്ക് പറ്റുന്ന ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും പറ്റും, കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റും, ജോലി, അതോടൊപ്പം ജോലി. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന ഒരു നിമിഷം? ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മീയത ജീവിതം തന്നെയാണ്. എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും സന്തോഷം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥന ഇല്ലാതെ പോയാൽ നമുക്ക് ജീവിതത്തിനോട് മടുപ്പ് വരാം, നമുക്ക് ചെയ്യുന്നതൊന്നും സാധ്യമല്ലാന്ന് തോന്നും. ഭൂമിയിൽ എന്തൊക്കെ ലക്ഷ്യമുണ്ടെങ്കിലും അൾട്ടിമേറ്റ് ലക്ഷ്യം സ്വർഗമാണെന്ന് പറയുന്നത്. ഈ ലോകത്തെല്ലാം ഭൗതികമാണ്. 5 മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട ജിനി ചേച്ചിയെ കുറിച്ച് എന്താണ് അപ്പച്ചന്റെ പ്രതീക്ഷ? ആ പ്രതീക്ഷ എല്ലാം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങൾ നടക്കണില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ലക്ഷ്യന്മാരെ മുന്നോട്ട് നീങ്ങട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടുമ്പോൾ നാത്തൂന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? എനിക്കെപ്പോഴും ചേച്ചി ഒരു സപ്പോർട്ടീവാണ്. എല്ലാ കാര്യത്തിനും, ഒരു പ്രാർത്ഥനയുടെ കാര്യത്തിനും, എന്താവശ്യം ഒരു കാര്യം പറഞ്ഞാലും ചേച്ചി അതിനെക്കുറിച്ച് നല്ലൊരു
അഭിപ്രായവും ഒരു കാര്യങ്ങളും പറഞ്ഞു തരാനും ഇതിനെല്ലാത്തിനും ചേച്ചി എനിക്ക് സഹായമാണ് ഇപ്പോഴും സ്വന്തം ചേച്ചിയെ പോലെ സ്വന്തം ചേച്ചി. പുറത്തും എല്ലാവർക്കും ഒരു സഹായമാണ്. ഈ വീടിന്റെ തന്നെ ഒരു കെടാവിളക്ക് തന്നെയാന്ന് പറയാം. അനുഗ്രഹമാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ കുറെ പേർക്ക് മാതൃകയായി മാറാൻ ചേച്ചിക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി നീ കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനിയില്ലയോ, കണ്ണീരും തൂകുന്നിതാ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ, ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇരു കരതലങ്ങളും കൂപ്പിപ്പിടിക്കുമ്പോൾ അതിലൊരു നിക്ഷേപവുമായാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അതിനുള്ളിൽ എന്താണ്? ജീവിതമാണ്. അതിൻ്റെ ഉത്തരം തമ്പുരാൻ നൽകട്ടെ. നമ്മൾ ഇനിയും കണ്ടുമുട്ടും അടുത്ത ആഴ്ച അടുത്ത അതിഥിയുമായി കനൽ വഴികളിൽ. ജീവിത നീഴൽ വഴികളിൽ നാഥൻ ചൂടിയ മുൾക്കിരീടം എന്നും ജീവന്റെ ഹൃദയ വീതിയിൽ സാന്ത്വനമായി പുഷ്പകിരീടം പ്രത്യാശയായും